നമസ്തേ. ഇന്നിതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ ഈ നാട്ടിൻ്റെ പ്രിയപ്പെട്ട സ്വാമിജി, നീ സമാപന സമ്മേളനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ സാർ, എൻ്റെ സുഹൃത്തായ MLA കൂടായ അൻസലൻ വിൽസൻ, നമ്മളുടെ സ്വാഗതം പറഞ്ഞ എൻ്റെ സുഹൃത്തും, ഈ കൂടിയിരിക്കുന്ന എൻ്റെ നാട്ടിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ, ഇന്ന് എൻ്റെ നാട്, എൻ്റെ ഈ ക്ഷേത്രം ഇന്ന് കാലത്തെ തന്നെ ലോകം അറിയുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറി. കാരണം ഇന്ന് ഈ ക്ഷേത്രത്തിൽ വച്ചിട്ടായിരുന്നു ജനം ടിവിയുടെ പുത്തൻ പുലരി എന്ന പ്രോഗ്രാം ലൈവായിട്ട് കാണിച്ചത്. ജനം ടി വി കാണുന്ന ലോകത്തിലെ എല്ലാവരും പല രാജ്യങ്ങളിലും ഇരുന്ന് കണ്ടു. സ്വാമിജിയുടെ ഇന്റർവ്യൂ, പുത്തൻ പുലരി, ഈ ക്ഷേത്രവും നാടുമൊക്കെ ഇത്ര ലോകം അറിയുന്നത് ആയി എന്ന് കാണുമ്പോഴും നാം ആലോചിക്കുമ്പോഴും നമുക്കുള്ള ഉള്ളിലുള്ള ഈ സന്തോഷം നമുക്ക് ഏവർക്കും പറയാൻ, അത് നമുക്ക് അളക്കാൻ പറ്റാത്തതാണ്. കാരണം ഇവിടെ ഈ പനമരങ്ങളും മരിച്ചിനിയൊക്കെ നട്ട് അതിലൂടെ ജീവിച്ച ഞങ്ങൾക്ക്, ഞാനായാലും സ്വാമിയായാലും ഞങ്ങളുടെ കുടുംബങ്ങളായാലും ബാക്കി നാട്ടുകാരായാലും, ഇന്ന് ഈ മാറ്റം വരാൻ കാരണം ഇങ്ങനെ ഒരു ക്ഷേത്രം വന്നതുകൊണ്ടാണ്. അത് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. നമ്മളുടെ ഗവർണർ സാറ് ശിവലിംഗം കണ്ടിട്ട് കൂടെയുള്ള ആളുകൾ കേട്ടു, ഇത് ഇവിടെ നിർമ്മിച്ചതാണോ എന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നിർമ്മിച്ചതിന് എഞ്ചിനീയറൊന്നുമില്ല, ഇവിടെ നമ്മളെ ലോക്കലായിട്ടുള്ള എൻ്റെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നതായിട്ട് മേസ്ത്രിമാരെയൊക്കെ വെച്ചിട്ട് സ്വാമിജി നിന്ന് ചെയ്യിച്ചാണ് വളവ് കൊടുത്ത് ഇവിടെ കെട്ടി ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കഴിവാണ്. ഈ ക്ഷേത്രം ചെയ്തതും സ്വാമിജി തനിച്ചാണ്. ക്ഷേത്രം ചെയ്യുമ്പോഴൊക്കെ ഞാൻ പല ദിവസങ്ങളിൽ ഒരു ദിവസം വിട്ടൊക്കെ വരുവായിരുന്നു, മാറ്റങ്ങളും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടി. ഇന്ന് ആ ക്ഷേത്രം അദ്ദേഹം എന്താണ് കണ്ടത് അതേപോലെ അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചു. ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്ന കാരണം ഈ നാട്ടിൽ ജീവിക്കുന്നവർ നമ്മളൊന്നും സാധാരണ ആൾക്കാരല്ല, നമുക്കെല്ലാം അതിനുള്ള കഴിവുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സ്വാമിജി എന്നുള്ളതൊക്കെ. ഇന്ന് നമ്മളെ ചെങ്കലിൽ നിന്ന്, ഞാൻ ചെങ്കലാണെന്ന് പറയുമ്പോൾ അത് എവിടെയാണെന്ന് ആരും പറയേണ്ട ആവശ്യമല്ല. ചെങ്കൽ, എനിക്കത് ഉടനെ ഗൂഗിളിൽ നോക്കുമ്പോൾ എല്ലാവരും പറയും ആ ക്ഷേത്രത്തിനടുത്ത് എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു ക്ഷേത്രം ചെയ്യുവാൻ എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതേപോലെ ഞാനും 27 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ വന്ന് പല സ്ഥാപനങ്ങളും നടത്തുകയും ഒരു സ്കൂൾ നടത്തുകയും ഞാനൊക്കെ എന്ത് ഫേസ് ചെയ്തു എന്ന് ഞാനൊന്നും എൻ്റെ കുടുംബത്തിൽ പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല. കാരണം ഇതൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അൻസലൻ, ഞാൻ ഗവൺമെന്റ് പരിചയപ്പെടുത്തിയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇലക്ഷന് 2 പാർട്ടിയായിട്ട് ഈ അസംബ്ലിയിൽ മത്സരിച്ചവരാണ്. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഇന്ന് രാഷ്ട്രീയം അങ്ങനെയല്ല നടക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതല്ല നടക്കുന്നത്. കാരണം നമ്മളെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവർ രാഷ്ട്രീയമല്ല എന്തായാലും നമ്മളായിട്ട് തന്നെയാണ്. രാഷ്ട്രീയം ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും, അതിനുശേഷം ജയിച്ചാലും നമ്മൾ ഷേക്കൻഡ് കൊടുത്തിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പലതും ഇതല്ല നടക്കുന്നത്. അവർക്ക് അങ്ങോട്ടങ്ങോട്ട് വെട്ടിക്കൊല്ലാനും അവരൊക്കെ പല അവരുടെ സ്മരണകളും ആരെങ്കിലും കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് പോകുന്നത് മാറണം. ചെങ്കലൊരു മാതൃക നാടായിട്ട് മാറ്റി കാണിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളെല്ലാം. എൻ്റെ വിൽസൺ പറഞ്ഞതുപോലെ ഇപ്പോൾ ശിവാലയ ഓട്ടത്തിന് ഒരു ക്രിസ്ത്യാനി പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സനാതന ധർമ്മത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായത്. ഇവിടെ ആരും വേറൊരു മതത്തിലുള്ളവരൊന്നുമല്ല, എല്ലാം സനാതന ധർമ്മത്തിന്റെ പെട്ടവരാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതെല്ലാം മനുഷ്യർ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.